കൊച്ചി ഇൻഫോ പാർക്കിലെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഗ്ലാസ് കെട്ടിടങ്ങളിൽ ഉച്ചവെയിൽ തട്ടിത്തിളങ്ങി. ടെക്നോവേവ് സൊല്യൂഷൻസ് എന്ന IT സാമ്രാജ്യത്തിന്റെ 15ാം നിലയിലുള്ള ശീതീകരിച്ച ക്യാബിനിലിരിക്കുകയായിരുന്നു മീര. കറങ്ങുന്ന കസേരയിൽ അവൾ ചാരിയിരുന്നു. റീജിയണൽ മാനേജർ എന്ന പദവി അവളുടെ മുഖത്തൊരു ഗർവ് വരുത്തിയിരുന്നു. മുന്നിലെ ഗ്ലാസ് ഭിത്തിയിലൂടെ അവൾ താഴേക്ക് നോക്കി. ഉറുമ്പുകളെപ്പോലെ നീങ്ങുന്ന വാഹനങ്ങൾ. ലോകം തന്റെ കാൽക്കീഴിലാണെന്ന തോന്നൽ അവളിൽ നിറഞ്ഞു. മാഡം, ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ചെറിയൊരു പിശക്, ജൂനിയർ സ്റ്റാഫ് ഭയത്തോടെ പറഞ്ഞു തുടങ്ങി. എന്നാൽ അത് തീരും മുമ്പേ മീരയുടെ ശബ്ദമുയർന്നു. പിശകോ? എനിക്കിഷ്ടമല്ല ഒഴിവുകഴിവുകൾ. പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പുറത്തുപോകാം. ഗെറ്റ് ഔട്ട്. വിറയ്ക്കുന്ന കൈകളോടെ ആ പെൺകുട്ടി ഫയലും എടുത്തു പുറത്തുപോയി. അവളെ നോക്കി മീര പുച്ഛത്തോടെ ചിരിച്ചു. ദയ, അനുകമ്പ, ഇതൊക്കെ തോൽക്കുന്നവരുടെ വാക്കുകളാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. വൈകുന്നേരം പതിവ് പോലെ അവൾ കാറിൽ കയറി. വെള്ള നിറത്തിലുള്ള ഓഡി കാർ. അവൾ ഇൻഫോ പാർക്കിന്റെ കവാടത്തിലേക്കെത്തി. ഗേറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാർ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു. അത് കാണാൻ അവൾക്ക് വല്ലാത്തൊരു ലഹരിയായിരുന്നു. താൻ കീഴടക്കിയ ഉയരങ്ങളുടെ അടയാളം, തന്റെ അധികാരത്തിന്റെ അടയാളമായിട്ടാണ് അവൾ അതിനെ കണ്ടിരുന്നത്. എന്നാൽ അന്ന് കാർ ഗേറ്റിന് സമീപം എത്തിയപ്പോൾ മീരയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. അവൾ അറിയാതെ ബ്രേക്കിൽ കാലമർത്തി. കാറിന്റെ കറുത്ത വിൻഡോ ഗ്ലാസിനിടയിലൂടെ അവൾ ആ കാഴ്ച കണ്ടു. വർഷങ്ങളായി അവൾ മനസ്സിന്റെ ഇരുണ്ട കോണിൽ തളച്ചിടാൻ ശ്രമിച്ച ഒരേട്. പുതിയ സെക്യൂരിറ്റി ഗാർഡ് കാക്കി യൂണിഫോം ധരിച്ച് തുപ്പിവെച്ച് നിൽക്കുന്നു. ഗേറ്റ് തുറക്കാൻ നിൽക്കുന്ന ആ രൂപം, അത് നന്ദനായിരുന്നു. 8 വർഷം മുമ്പ് അവൾ പടിയിറക്കി വിട്ടവൻ, ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിളിച്ച് ഒഴിവാക്കിയവൻ. തന്റെ മുൻ ഭർത്താവ് നന്ദൻ. കാലം അവന്റെ മുഖത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കണ്ണിന് താഴെ കറുത്ത പാടുകൾ വീണിരിക്കുന്നു. മുടിയിൽ അങ്ങിങ്ങായി നര പടർന്നിരിക്കുന്നു. എങ്കിലും ആ നിൽപ്പിന് മാറ്റമില്ല. ഒരു നിശബ്ദമായ അന്തസ്സ് ആ മുഖത്തുണ്ടായിരുന്നു. മീരയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. പണ്ട് കോളേജിലെ ഹീറോ ആയിരുന്നവൻ, പാട്ടുകൾ കൊണ്ട് ക്യാമ്പസിനെ ഇളക്കിമറിച്ചവൻ. അവനിന്ന് തന്റെ ഓഫീസിനു മുന്നിൽ വേറൊരു ഗാർഡായി നിൽക്കുന്നു. അവളുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ നന്ദ? വിധിയും കാലവും നിന്നെ അർഹിക്കുന്നിടത്ത് തന്നെ എത്തിച്ചിരിക്കുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. കാറ് മുന്നോട്ടെടുക്കുമ്പോൾ റിയർവ്യൂ മിററിലൂടെ അവൾ ഒന്നുകൂടി നോക്കി. കാറിന്റെ പുകപടലങ്ങൾക്കിടയിൽ അവനെ കണ്ടു. പൊടി പിടിച്ച റോഡിൽ അവൻ നിർവികാരനായി നിൽക്കുന്നു. ഓഫീസിലെ ലിഫ്റ്റിൽ കയറുമ്പോഴും മീരയുടെ മനസ്സ് പിന്നിലേക്ക് സഞ്ചരിച്ചു. 15 വർഷം പിന്നിലേക്ക്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഗുൽമോഹർ പൂത്ത വഴികളിലേക്ക്. അന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ താരമായിരുന്നു നന്ദൻ. ഗിറ്റാറും തോളിലിട്ട് നടക്കുന്നവൻ, ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരിയുള്ള നന്ദൻ. മീരയാകട്ടെ കമ്പ്യൂട്ടർ സയൻസിലെ മിടുക്കിയായിരുന്നു, അല്പം അഹങ്കാരമുള്ള സുന്ദരി. കോളേജ് ആർട്സ് ഫെസ്റ്റിവലിന്റെ തിരക്കിനിടയിലാണ് അവർ ആദ്യം സംസാരിച്ചത്. ആ സൗഹൃദം പെട്ടെന്ന് പ്രണയമായി വളർന്നു. ക്യാമ്പസിലെ മരത്തണലുകളിൽ അവരിരുന്നു. കോഫി ഹൗസിലെ കാപ്പി മണത്തിനിടയിലും അവർ ഭാവി സ്വപ്നങ്ങൾ നെയ്തു. പഠനം കഴിഞ്ഞ് വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് അവർ വിവാഹിതരായി. തുടക്കം ഒരു സിനിമാ കഥ പോലെ മനോഹരമായിരുന്നു. മീരയ്ക്ക് പെട്ടെന്നു തന്നെ IT കമ്പനിയിൽ ജോലി കിട്ടി. നന്ദൻ മറ്റാരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അവൻ സ്വന്തമായി ഒരു കയറ്റുമതി ബിസിനസ് ആരംഭിച്ചു. ആദ്യത്തെ 2 വർഷം സ്വർഗതുല്യമായിരുന്നു. നന്ദന്റെ ബിസിനസ് പച്ചപിടിച്ചു. അവർക്ക് സ്വന്തമായി വീടും കാറുമായി. വിദേശയാത്രകൾ, പാർട്ടികൾ, മീര ആഗ്രഹിച്ച ജീവിതം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു കാത്തുവച്ചിരുന്നത്. ആഗോള സാമ്പത്തിക മാന്ദ്യം അവരുടെ ജീവിതത്തിൽ വീശിയടിച്ചു. അതൊരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. നന്ദന്റെ ബിസിനസ് തകർന്നു തരിപ്പണമായി. ഷിപ്മെന്റുകൾ മുടങ്ങി. ഓർഡറുകൾ റദ്ദാക്കപ്പെട്ടു. പണം ബ്ലോക്കായി. ബാങ്കുകാർ ജപ്തി നോട്ടീസുകളുമായി വീട്ടുവാതിൽക്കലെത്തി. പണത്തിനും പദവിക്കും മീര എന്നും മുൻഗണന നൽകിയിരുന്നു. അവൾക്ക് ആ മാറ്റം ഉൾക്കൊള്ളാനായില്ല. നന്ദന്റെ തളർച്ചയെ താങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല. പകരം അവൾ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിനക്ക് ബിസിനസ് അറിയില്ലെങ്കിൽ എന്തിനിതിനിറങ്ങി എന്നായിരുന്നു അവളുടെ ചോദ്യം. അതവന്റെ മുറിവുകളിൽ ഉപ്പുപുരട്ടി. കടം വീട്ടാനായി നന്ദൻ പല ചെറിയ ജോലികൾക്കും പോയി. ഡെലിവറി ബോയായും ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു. അത് കണ്ടപ്പോൾ മീരയുടെ അഭിമാനം വ്രണപ്പെട്ടു. എന്റെ ഭർത്താവ് ഓട്ടോ ഓടിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ് നന്ദ, അവൾ പലപ്പോഴും അലറി. അവസാനം ഒരു മഴയുള്ള രാത്രി എത്തി. കറണ്ട് ബിൽ അടയ്ക്കാത്തതിന് ഫ്യൂസ് ഊരിയ രാത്രി. അവൾ പൊട്ടിത്തെറിച്ചു. മെഴുകുതിരി വെളിച്ചത്തിൽ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു.
ഒരു കൂലിപ്പണിക്കാരനെ പോലെ ജീവിക്കുന്ന നിന്റെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ഈ ഇരുട്ടിൽ ജീവിക്കാൻ എനിക്ക് വയ്യ. എന്റെ സ്റ്റാറ്റസ് അതല്ല. എനിക്ക് വെളിച്ചവും സൗകര്യങ്ങളും വേണം. നന്ദൻ നിസ്സഹായനായി തലകുനിച്ചു നിൽക്കുകയായിരുന്നു. അവന്റെ മുഖത്തേക്ക് വിവാഹമോചനത്തിന്റെ പേപ്പറുകൾ അവൾ വലിച്ചെറിഞ്ഞു. അവൾ ആ വീടിന്റെ പടിയിറങ്ങി. പുറത്ത് ഇടിവെട്ടുന്നുണ്ടായിരുന്നു. കാറിൽ കയറിപ്പോകുമ്പോൾ അവൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഇരുട്ടിൽ നന്ദൻ തനിച്ചായി. ആ മെഴുകുതിരി വെളിച്ചത്തിൽ അവൻ മാത്രം. ഓർമ്മകളിൽ നിന്ന് മീര ഞെട്ടി ഉണർന്നു. ഒരു ദീർഘശ്വാസത്തോടെ അവൾ കണ്ണുകൾ തുറന്നു. ഇന്നലെ കണ്ട കാഴ്ച അവളെ വല്ലാതെ അലോസരപ്പെടുത്തി. ഗേറ്റിൽ നിൽക്കുന്ന നന്ദൻ. അവൻ അർഹിക്കുന്നത് ഇതാണ്, കഴിവില്ലാത്തവർക്ക് ജീവിതം നൽകുന്ന ശിക്ഷ. അവൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എവിടെയോ ഒരു കുറ്റബോധമുണ്ടായിരുന്നു. അതിന്റെ നേരിയ മുള്ളുകൾ അവളെ കുത്തുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഓഫീസിൽ അതീവ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇൻഫോ പാർക്കിലെ സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യം. കമ്പനിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും നവീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഡയറക്ടർ ബോർഡ് അംഗങ്ങളെല്ലാം കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അന്തരീക്ഷം ഗൗരവപൂർണമാണ്. മീരയും തന്റെ ലാപ്ടോപ്പുമായി അവിടേക്ക് ചെന്നു. ഡയറക്ടർ മിസ്റ്റർ വാർമ സംസാരിച്ചു തുടങ്ങി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഓഫീസിന്റെ സുരക്ഷ ഇനി മുതൽ ഒരു പുതിയ തലത്തിലേക്ക് മാറുകയാണ്. പല ഏജൻസികളെയും നമ്മൾ പരിഗണിച്ചു. എന്നാൽ കൃത്യതയിലും വിശ്വസ്തതയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഏജൻസിയെ നമ്മൾ തിരഞ്ഞെടുത്തു. കേരളത്തിലെ തന്നെ നമ്പർ 1 സെക്യൂരിറ്റി ഏജൻസിയായ ഗാർഡിയൻ ഫോഴ്സ്. അവരാണ് ഇനി നമ്മുടെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ മാനേജിംഗ് ഡയറക്ടർ ഇന്ന് നമ്മളെ കാണാനെത്തുന്നുണ്ട്. ഈ വിജയത്തിനു പിന്നിലെ ബുദ്ധികേന്ദ്രം. മീര വാച്ചിലേക്ക് നോക്കി. ആരായിരിക്കും ആ MD? ഗാർഡിയൻ ഫോഴ്സിനെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്ന വൻകിട കമ്പനി. വാതിലുകൾ തുറക്കപ്പെട്ടു. എല്ലാവരുടെയും കണ്ണുകൾ വാതിലിലേക്ക് നീണ്ടു. കറുത്ത സ്യൂട്ടണിഞ്ഞ് 2 ബോഡിഗാർഡുകൾ വന്നു. അവർക്ക് പിന്നിലായി ഒരാൾ ഉള്ളിലേക്ക് കടന്നുവന്നു. ആ വ്യക്തിയെ കണ്ട് മീരയുടെ രക്തം മരവിച്ചുപോയി. കയ്യിലുണ്ടായിരുന്ന പേന താഴെ വീണു. അത് ഉരുണ്ടുപോകുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയിൽ മുഴങ്ങി. അത് നന്ദനായിരുന്നു. പക്ഷേ ഇന്നലെ കണ്ട സെക്യൂരിറ്റി ഗാർഡിന്റെ വേഷത്തിലല്ല. വില കൂടിയ ഇറ്റാലിയൻ നേവി ബ്ലൂ സ്യൂട്ടായിരുന്നു വേഷം. ആത്മവിശ്വാസം തുടിക്കുന്ന മുഖം. ഒരു രാജാവിനെ പോലെ അവൻ കടന്നുവന്നു. അവന്റെ കണ്ണുകളിൽ പഴയ നിസ്സഹായതയില്ല, പകരം തീക്ഷ്ണമായൊരു തിളക്കം മാത്രം. ഗുഡ് മോർണിംഗ് എവ്രിവൺ. അവന്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. മീരയ്ക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. കസേരയിൽ അവൾ ഒന്നുരുകി. തന്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ നന്ദൻ തന്നെയാണോ? താൻ ഉപേക്ഷിച്ചുപോയ അതേ നന്ദൻ? മീറ്റിംഗിനിടയിൽ ഒരു ഡയറക്ടർ ചോദിച്ചു, മിസ്റ്റർ നന്ദൻ, താങ്കളെ ഇന്നലെ ഗേറ്റിൽ കണ്ടതായി ആരോ പറഞ്ഞു. നന്ദൻ പുഞ്ചിരിച്ചു. ആ ചിരിയിൽ മീരയെ നോക്കിയുള്ള ഒരർത്ഥമുണ്ടായിരുന്നു. അതെ സർ, ഞാനെന്റെ ജീവനക്കാരെ വെറും തൊഴിലാളികളായിട്ടല്ല കാണുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ തന്നെ യൂണിഫോം ധരിച്ച് സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്, എന്റെ ജീവനക്കാർ നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ. ഒരു മുതലാളി AC മുറിയിലിരുന്നാൽ മാത്രം പോരല്ലോ, വിയർപ്പിന്റെ വിലയറിയണം. ആ വാക്കുകൾ മീരയുടെ നെഞ്ചിൽ ഒരമ്പുപോലെ തറച്ചു. വിയർപ്പിന്റെ നാറ്റം സഹിക്കാതെയാണ് താൻ അവനെ ഉപേക്ഷിച്ചു പോയത്. ഇന്നവൻ അതേ വിയർപ്പിനെ തന്റെ വിജയമന്ത്രമാക്കിയിരിക്കുന്നു. മീറ്റിംഗ് കഴിയുവോളം അവൻ മീരയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അപരിചിതനായ ഒരാളെപ്പോലെ അവൻ പെരുമാറി, തികച്ചും പ്രൊഫഷണലായി. അന്നു വൈകുന്നേരം മീരയ്ക്ക് ഓഫീസിൽ നിന്നിറങ്ങാൻ വൈകി. മനസ്സ് കലുഷിതമായിരുന്നു. നന്ദന്റെ വിജയം, അവന്റെ വാക്കുകൾ, അവന്റെ അവഗണന എല്ലാം കൂടി അവളെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ലിഫ്റ്റിൽ താഴേക്കിറങ്ങുമ്പോഴാണ് പെട്ടെന്ന് അപായ സൈറൻ മുഴങ്ങിയത്. ഫയർ, ഫയർ! എവിടെയോ തീ പിടിച്ചിരിക്കുന്നു. കറുത്ത പുക ലിഫ്റ്റിനുള്ളിൽ പോലും നിറഞ്ഞു തുടങ്ങി. മീര ശ്വാസം പിടിച്ചു. താഴത്തെ നിലയിലെത്തിയപ്പോൾ കണ്ടത് ഭീകരമായ കാഴ്ചയായിരുന്നു. ഇലക്ട്രിക് പാനലിലെ ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പടർന്നിരിക്കുന്നു. ബേസ്മെന്റ് പാർക്കിംഗ് ഏരിയ മുഴുവൻ കത്തുകയാണ്. കാറുകൾക്കിടയിൽ നിന്ന് തീനാളങ്ങൾ ഉയരുന്നു. ചൂടുകൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ. ആളുകൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. മീരയും ഭയന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ പാർക്കിങ്ങിന്റെ മൂലയിൽ നിന്നൊരു നിലവിളി കേട്ടു. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് വരണേ!
അത് കമ്പനിയുടെ വയസ്സായ ഡ്രൈവർ വേലായുധൻ ചേട്ടനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലു കുടുങ്ങിയിരുന്നു. തീക്കും പുകയ്ക്കും ഇടയിൽ പെട്ടുപോയ അദ്ദേഹം ശ്വാസം കിട്ടാതെ പിടയുകയാണ്. ചുറ്റും നിന്ന യുവാക്കൾ മൊബൈലിൽ വീഡിയോ പകർത്തുന്ന തിരക്കിലായിരുന്നു. ആരും തീയിലേക്കെടുക്കാൻ ധൈര്യപ്പെട്ടില്ല. അങ്ങോട്ട് പോകുന്നത് അപകടമാണ്, ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മീര സ്തബ്ധയായി നിന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നാണ് ഒരു കൊടുങ്കാറ്റുപോലെ ആരോ ഒരാൾ വന്നത്. ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി അയാൾ മുന്നോട്ടു വന്നു. നന്ദൻ! അവൻ തന്റെ വിലകൂടിയ കോട്ടഴിച്ചുമാറ്റി. വെള്ളത്തിൽ നനച്ച ഒരു തുണി മുഖത്ത് കെട്ടി. ഒട്ടും ആലോചിക്കാതെ അവൻ ആ തീയിലേക്ക് എടുത്തു ചാടി, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട്. നന്ദ, പോകല്ലേ, മരിച്ചു പോകും! മീര അറിയാതെ ഉച്ചത്തിൽ വിളിച്ചുപോയി. അവളുടെ ഉള്ളിലെ പ്രണയം, ഭയം എല്ലാം ആ വിളിയിലുണ്ടായിരുന്നു. പക്ഷെ അവനത് കേട്ടില്ല. നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ തോന്നി. തീയുടെ ഗർജനം മാത്രം കേൾക്കാം. എല്ലാവരും ശ്വാസമടക്കി നിന്നു. ഒടുവിൽ പുകപടലങ്ങൾക്കിടയിൽ നിന്ന് ഒരു രൂപം തെളിഞ്ഞുവന്നു. വേലായുധൻ ചേട്ടനെ തോളിൽ താങ്ങിപ്പിടിച്ച് അവൻ വരുന്നു. തീയിലൂടെ നടന്നുവരുന്ന നന്ദൻ. അവന്റെ വെളുത്ത ഷർട്ട് കരിയും പുകയും കൊണ്ട് നിറഞ്ഞിരുന്നു. കൈകളിൽ പൊള്ളലേറ്റ പാടുകൾ. അവിടെ ചോര പൊടിയുന്നുണ്ടായിരുന്നു. വേലായുധൻ ചേട്ടനെ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ നന്ദൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരു ജീവൻ രക്ഷിച്ചതിന്റെ ചാരിതാർത്ഥ്യമായിരുന്നു. ആ കാഴ്ച മീരയുടെ ഉള്ളിലെ അവസാനത്തെ അഹങ്കാരവും ഒരുക്കിയിച്ചു. പദവിയും പണവുമല്ല വലിപ്പം, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അന്യനെ സഹായിക്കുന്ന ആ വലിയ മനസ്സ്, അതാണ് യഥാർത്ഥ വലിപ്പമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. താൻ എത്രയോ ചെറിയവളാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഫയർഫോഴ്സും പോലീസും മടങ്ങി. തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. പാർക്കിങ്ങിലെ നിയോൺ വെളിച്ചത്തിൽ നന്ദൻ നടക്കുകയായിരുന്നു, തന്റെ കാറിനടുത്തേക്ക്. അവന്റെ നടത്തത്തിൽ ക്ഷീണമുണ്ടായിരുന്നു. മീര ഓടി അവന്റെ അരികിലെത്തി. അവളുടെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. നന്ദ! അവൻ തിരിഞ്ഞു നോക്കി. ആ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. കവിളിലൂടെ കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ മുന്നിൽ കൈകൂപ്പി. എന്നോട് ക്ഷമിക്കണം നന്ദ, 1000 വട്ടം ക്ഷമിക്കണം. എന്റെ അഹങ്കാരം കൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പണം മാത്രമാണ് വലുതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. നീ ഇന്ന് കാണിച്ച ആ വലിയ മനസ്സ്, അത് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ അവന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു. നമുക്ക് വീണ്ടും ഒന്നിച്ചുകൂടെ? പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാം. എനിക്കെന്റെ തെറ്റ് തിരുത്തണം. എനിക്ക് നിന്നെ വേണം നന്ദ, ഞാൻ ഒറ്റയ്ക്കാണ്. നന്ദൻ സാവധാനം തന്റെ കൈകൾ പിൻവലിച്ചു. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിൽ പകയോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല, പക്ഷേ വല്ലാത്തൊരകലമുണ്ടായിരുന്നു. കടലോളം ആഴമുള്ള അകലം. മീര, അവൻ ശാന്തമായി പറഞ്ഞു. എന്നാൽ ഉരച്ച ശബ്ദമായിരുന്നു അത്. ക്ഷമയൊക്കെ ഞാൻ എന്നേ നൽകിക്കഴിഞ്ഞു, നീ പടിയിറങ്ങിപ്പോയ ആ ദിവസം തന്നെ. കാരണം പക മനസ്സിൽ വെച്ച് എനിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലായിരുന്നു. എന്റെ വിജയത്തിന് പിന്നിലെ ഊർജം ആ തിരസ്കാരമായിരുന്നു. അവനൊരു നിമിഷം നിർത്തി, ആഴത്തിൽ ശ്വാസമെടുത്തു. പക്ഷെ വീണ്ടും ഒന്നിക്കാൻ അതിന് കഴിയില്ല. അന്ന് ഞാൻ തകർന്ന് തരിപ്പണമായി നിന്നപ്പോൾ, ഇരുട്ടിൽ തനിച്ചിരുന്നപ്പോൾ, എനിക്ക് ലോകത്തേറ്റവും ആശ്വാസം വേണ്ട സമയത്ത് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ വിയർപ്പിന് നാറ്റമാണെന്ന് നീ പറഞ്ഞു. ഞാൻ നിന്റെ സ്റ്റാറ്റസിന് ചേരില്ലെന്നും പറഞ്ഞ് നീ പോയി. അന്ന് ഞാൻ അനുഭവിച്ച വേദന. അവന്റെ വാക്കുകൾക്ക് മൂർച്ചയേറി. കണ്ണുകളിൽ നനവ് പടർന്നു. ഇന്ന് ഞാൻ വിജയിച്ചു നിൽക്കുമ്പോൾ എന്റെ പെർഫ്യൂമിന് നല്ല മണമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകും. എന്റെ ഈ സൂട്ടും കാറും പദവിയും നിന്നെ ആകർഷിക്കുന്നുണ്ടാകും. പക്ഷെ മീര, ആ സ്നേഹത്തിന് ബഹുമാനത്തിന്റെ അടിത്തറയില്ല. അത് വെറും സൗകര്യങ്ങളുടെ സ്നേഹമാണ്. നാളെ എനിക്ക് വീണ്ടും ഒരു വീഴ്ച പറ്റിയാൽ നീ അപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് എനിക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? മീര മറുപടിയില്ലാതെ തലകുനിച്ചു. സത്യങ്ങൾ അവളുടെ നെഞ്ചിൽ തറച്ചു. നന്ദൻ കാറിന്റെ ഡോർ തുറന്നു. വീഴ്ചയിൽ കൂടെയില്ലാത്തവർ ഉയർച്ചയിൽ കൂടെയുണ്ടാകാൻ അർഹരല്ല. അത് ജീവിതം എന്നെ പഠിപ്പിച്ച പാഠമാണ്. നീ നിന്റെ ലോകത്ത് സന്തോഷമായിരിക്കൂ. ഗുഡ് ബൈ മീര. അത്രയും പറഞ്ഞ് അവൻ കാറിൽ കയറി. എഞ്ചിൻ ശബ്ദം മുഴങ്ങി. ചുവന്ന ടെയിൽ ലാമ്പുകൾ ഇരുളിലേക്ക് മറയുന്നത് നോക്കി മീര തനിച്ചായി. കൊച്ചിയിലെ തെരുവുവിളക്കുകൾക്ക് താഴെ അവൾ നിന്നു. കൈയിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടവളായി. ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരമായി. പണവും പദവിയും സൗന്ദര്യവുമെല്ലാം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥ സ്നേഹമെന്താണെന്ന് തിരിച്ചറിയാൻ അവൾ വൈകിപ്പോയി. അവളുടെ കണ്ണീർ ആരും കണ്ടില്ല. ദൂരെ നക്ഷത്രങ്ങൾ സാക്ഷിയായി. ഒരു പുതിയ ജീവിതം നന്ദനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.